Hi students, last day we have ended our module 3 with the types of labels. So today we are moving on to the module number 4 with the brand positioning. Module number 4 deals with the brand positioning. It's the introduction, what are the major objectives, why we wanted in objectives we want to see why brand position is important, then what are the major components, what are the process of brand positioning, etc. So first we can discuss what is meant by brand positioning. ഒരു ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യുക, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഡിസൈനിങ് എ കമ്പനീസ് ഓഫറിംഗ് ആൻഡ് ഇമേജ് ടു ഒക്കുപ്പൈ എ ഡിസ്റ്റിങ്ക്റ്റീവ് പ്ലേസ് ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ്സ് മൈൻഡ്. ടാർഗറ്റ് മാർക്കറ്റായ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലൊരു ഡിസ്റ്റിങ്ക്റ്റീവ് പ്ലേസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കമ്പനി കുറച്ച് ഓഫറിങ്സ് കൊടുക്കുന്നു അബൌട്ട് ആ ബ്രാൻഡ്. അതിനെയാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഓഫറിങ്സ് എല്ലാം അവരുടെ മനസ്സിൽ കയറുന്ന രീതിയിലുള്ളത്, അതിനെയാണ് നമ്മൾ ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെർക്ക് എന്ന് പറഞ്ഞ ഒരു സ്നാക്സ്, ഒരു ചോക്ലേറ്റ് ആണെങ്കിലും ഇറ്റ് ഈസ് ഗിവൺ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സ്നാക്ക്. ഒരു സ്നാക്കിനെ പോലെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് തരുന്നത്. അതുപോലെ പല ചോക്ലേറ്റ്സും സ്നിക്കേഴ്സ് അതുപോലെ മാസ് എല്ലാം പറയുന്നത് സ്നാക്ക് ഐറ്റമാണ്. വിശപ്പ് കളയാനുള്ള രീതിയിലാണ് നമ്മൾ കുറേ പരസ്യങ്ങൾ കാണാറുള്ളത്. ബട്ട് നോർമലി ഇറ്റ് ഈസ് എ ചോക്ലേറ്റ് ഒൺലി, ബട്ട് ഇറ്റ് ഈസ് പൊസിഷൻ ഇൻ സച്ച് എ കൈൻഡ്. ഒരു സ്നാക്ക് എന്ന രീതിയിലാണ് നമ്മളുടെ മനസ്സിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. പെർക്ക് ഓർ എനി കൈൻഡ് ഓഫ് സ്നിക്കേഴ്സ് ആൻഡ് ഓൾ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് എ പൊസിഷനിങ്. അങ്ങനെ ആ പൊസിഷനിങ് കൊടുക്കും ആ പ്രൊഡക്റ്റ് കൂടുതൽ വാല്യുബിൾ ആവും, ക്രെഡിബിൾ ആവും, ഡിസ്റ്റിങ്ക്റ്റീവ് ആയിരിക്കും. ആ പ്രൊഡക്റ്റ് ബാക്കി പ്രൊഡക്ട്സിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ട് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ തോന്നുന്നിട്ട് ടാർഗറ്റ് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ തോന്നുന്നതിനെയാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് by the Arker. He defined it as the brand positioning is a part of brand identity and value positioning that is to be actively communicated to the target audience and that demonstrate an advantage over the competing brand. കോമ്പീറ്റിംഗ് ബ്രാൻഡ്സ് പലതുണ്ടാവും. അതിന് നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രത്യേക രീതിയിലൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ പേർക്ക് തന്നെ പോലത്തെയാണ് മഞ്ചൊക്കെ, പക്ഷേ മഞ്ചിനെ ഒന്നും ഒരിക്കലും സ്നാക്ക് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറ്റിയിട്ടില്ല. പേർക്ക് ഇസ് ഗിവൻ ദ കൺസെപ്റ്റ് ഓഫ് എ സ്നാക്ക്. ബാക്കി കോമ്പറ്റീറ്റേഴ്സ് ബ്രാൻഡുമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു സ്പെഷ്യൽ വാല്യൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബ്രാൻഡ് ഐഡൻറ്റിറ്റി. ബ്രാൻഡ് ഐഡൻറ്റിറ്റിയുടെ ഒരു പാർട്ട് മാത്രമാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. അതൊരു ബ്രാൻഡിങ് സ്ട്രാറ്റജി വിൻ ചെയ്യേണ്ട ഒരു കമ്പനി എപ്പോഴും ബ്രാൻഡ് പൊസിഷനിങ് ചെയ്തിരിക്കണം. ആൻഡ് ദർ ആർ 2 connotations in brand positioning itself. ബ്രാൻഡ് പൊസിഷനിങ് തന്നെ 2 connotations ഉണ്ട്. വൺ ഈസ് ദ വെർട്ടിക്കൽ ആൻഡ് അതർ ഈസ് എ ഹൊറിസോണ്ടൽ വൺ. വെർട്ടിക്കൽ connotation എന്ന് പറഞ്ഞാൽ the term refers to the order in which the product ranks related to the products of the competitors in the minds of the customer in the industry. സെയിം കോമ്പറ്റേറ്റർ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എത്ര റാങ്കിൽ നിൽക്കുന്നു അതാണ് വെർട്ടിക്കൽ കൊണോട്ടേഷൻ കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് ദ ഹൊറിസോണ്ടൽ കൊണോട്ടേഷൻ ദ ടേം റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റീസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് പ്രൊഡക്റ്റ് പ്രസന്റ് ഇൻ ദ മൈൻഡ് ഓഫ് ദോസ് കസ്റ്റമേഴ്സ് എഗെയിൻ റിലേറ്റിംഗ് ടു ദ കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് എത്രത്തോളം ക്വാളിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതാണ് ഹൊറിസോണ്ടൽ കണോട്ടേഷൻ തന്നെ. സോ ബ്രാൻഡ് പൊസിഷനിങ് തന്നെ 2 കണോട്ടേഷൻസ് ഉണ്ട്. വെർട്ടിക്കൽ മീൻസ് വാട്ട് ആസ് എ പൊസിഷൻ ഓർ ദി റാങ്ക് ഓഫ് ആ പ്രൊഡക്റ്റ് വിത്ത് റിലേറ്റിംഗ് ടു ദി കോമ്പറ്റീറ്റർ പ്രൊഡക്റ്റ്, വൈൽ ദ ടേം defining the qualities and the attributes of our product in relation to the competitor product is called the horizontal connotation. So brand positioning നമുക്ക് ടോട്ടലി പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് an activity of creating a brand offer to have a distinctive place in the target customer's mind. ടാർഗറ്റ് കസ്റ്റമേഴ്സിന് മനസ്സിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വാക്ക്, അതായിരിക്കണം ബ്രാൻഡ് പൊസിഷനിങ്. ഓക്കെ, അപ്പോൾ എപ്പോഴും അതൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ബാക്കി പ്രൊഡക്ട്സ് വെച്ച് നോക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. പെർക്കിൻ്റെ തന്നെ കൺസെപ്റ്റ് എടുത്താൽ മതി. പെർക്ക് എന്നുള്ളത് ഒരു സ്നാക്ക് എന്ന രീതിയിലാണ് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ വന്നിരിക്കുന്നത്. ദാറ്റ് വൺ. So this is what is called the definition or what is called the brand positioning and the 2 types of connotations like vertical and horizontal. Now we want to see what are the major objectives. ഒരു ബ്രാൻഡ് പൊസിഷൻ ചെയ്തുകൊണ്ട് എന്തെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണത് മീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ടു ബി റെക്കഗ്നൈസ്ഡ്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ആൾക്കാർക്കെല്ലാം അറിയണം, എന്തെല്ലാം സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് സ്പെഷ്യലി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ബ്രാൻഡ് പൊസിഷനിങ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അതിനൊരു പോപ്പുലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച
കൺസെപ്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണമെങ്കിൽ വി വോണ്ട് ടു ഗീവ് അറ്റ് എ പൊസിഷനിങ് ദാറ്റ് ഈസ് കോൾഡ് എ ബ്രാൻഡ് പൊസിഷനിങ്, ദാറ്റ് ഈസ് ടു കീപ്പ് ഇറ്റ് റെക്കഗ്നൈസ്ഡ്. സെക്കൻഡ് വൺ ഈസ് ടു ബി റീബ്രാൻഡഡ്. എന്തെങ്കിലും കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഡിഫറെൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി, റീബ്രാൻഡ് ചെയ്യാൻ വേണ്ടി, കസ്റ്റമേഴ്സിന് അറിയാം നമ്മുടെ പ്രൊഡക്റ്റിന്, എന്നാൽ നമുക്കൊന്ന് റീബ്രാൻഡ് ചെയ്ത് കുറച്ചുകൂടെ കസ്റ്റമർ ബേസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബ്രാൻഡ് പൊസിഷനിങ്. അപ്പോൾ ഒന്നുകൂടും അതിനെ ഉറപ്പിക്കാൻ, മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്, റീബ്രാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബ്രാൻഡ് പൊസിഷൻ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ബാക്കി പ്രൊഡക്റ്റിൽ നിന്ന് എന്താണ് യുണീക്നെസ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ്നെസ് എന്നുള്ളത് നമ്മൾ ഈ ബ്രാൻഡ് പൊസിഷനിങ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രാറ്റജിയിലൂടെയാണ് കൈവരുന്നത്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ, ടു ബി റീബ്രാൻഡഡ്. തേർഡ് വൺ ഈസ് ടു പ്രൊവൈഡ് ദ ബ്രാൻഡ് ഷീൽഡ്. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ഗോ എ ലോങ് വേ ഇൻ ഹെൽപ്പിംഗ് ടു മെഷർ ദ റിയൽ സ്ട്രെങ്ത് ഓഫ് എ ബ്രാൻഡ്. ഒരു ബ്രാൻഡിൻ്റെ റിയൽ സ്ട്രെങ്ത് അറിയാൻ കുറച്ച് നാളുകളെടുക്കും. ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഫോം ഓഫ് സ്റ്റോക്ക് ടേക്കിംഗ് strategy. This mode will help to know how far the business has gone and where it actually reached in the competing market. അപ്പോൾ മാർക്കറ്റിങ്ങിൽ നമ്മുടെ പൊസിഷൻ എന്താണ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടും പോപ്പുലാരിറ്റി എന്താണെന്ന് അറിഞ്ഞ് അതിന് കൂടുതൽ പോപ്പുലാരിറ്റി കൊടുത്ത് നമ്മുടെ പ്രൊഡക്റ്റിനെ റീച്ച് ചെയ്യിപ്പിക്കാൻ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ. അതിനാണ് another one to provide the brand shield. Last one is to help brand judgment. That is, നമ്മുടെ പ്രൊഡക്റ്റിനെ ബാക്കിയുള്ള കോമ്പറ്റീറ്റീവ് പ്രൊഡക്റ്റിൽ നിന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റണ്ടേ. ജഡ്ജ് അവർ പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റാണ് മറ്റേത് വെച്ച് നോക്കുമ്പോൾ നല്ലത് എന്ന് ജഡ്ജ് ചെയ്യാൻ കസ്റ്റമേഴ്സിനൊരു ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നതും പൊസിഷനിങ്ങിലൂടെയാണ്. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ഹെൽപ്സ് ടു ഹാവ് എ സ്ട്രോങ് കോമ്പറ്റീഷൻ and also help them, the customers, to judge its products in comparison to the competing brands available in the same product or services. അപ്പോൾ എപ്പോഴും ഒരു സ്ട്രോങ് ഒപ്പോസിഷൻ ഓർ കോമ്പറ്റീഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രാൻഡ് പൊസിഷനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാൻഡ് പൊസിഷനിങ് ആർ to be recognized as a unique product, to be rebranded as with its exclusiveness, and also to provide the brand shield. നമ്മുടെ സ്ട്രെങ്ത് എന്താണ് ബ്രാൻഡിൻ്റെ എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ പോപ്പുലാരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ, and also to help the brand judgment, our brand judgment with its products and services in comparison with the competitors market. അപ്പോൾ ഇതാണ് മേജർ ഒബ്ജക്റ്റീവ്സ്. ഒരു ബ്രാൻഡ് പൊസിഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെല്ലാമാണ് ഒരു ബിസിനസ്സിന് റീച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ആയിരുന്നു ഇത്. ഒബ്ജക്റ്റീവ്സ്, ദർ ആർ 4 ഒബ്ജക്റ്റീവ്സ്. സോ നൗ വി വോണ്ട് ടു സീ വാട്ട് ആർ ദ 3 C's. ഒരു ബ്രാൻഡ് പൊസിഷനിങ്ങിൻ്റെ 3 C's ആർ ടു ബി കൺസിഡർഡ്. വി വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് 3 C's, വിച്ച് ആർ the customer, the competition and the company. That is, ഒരു പ്രൊഡക്റ്റിന് എന്താണ് നമ്മുടെ കസ്റ്റമറിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് അറിയാതെ ഒരിക്കലും നമുക്കൊരു ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം എക്സാമ്പിൾ പേർക്ക് തന്നെ എടുത്താൽ തന്നെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഒരു അത് സ്നാക്കായിട്ട് വേണമെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ അതിനെ ആ രീതി ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് വിൽ റീച്ച് ദാറ്റ് കൈൻഡ് ഓഫ് വാല്യൂ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ അതേപോലെ നമ്മുടെ കസ്റ്റമറിൻ്റെ നീഡ്സ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ പൊസിഷനിങ്ങിന് ഒരു മെയിൻ എലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ കസ്റ്റമറിന് ഏത് സ്ഥലത്തും കിട്ടണം, ഏത് സിറ്റുവേഷനിലും കിട്ടണം എന്നതാണ് ആ പ്രൊഡക്റ്റിന് കസ്റ്റമർ പ്രതീക്ഷിക്കുന്നെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു പ്രൊവൈഡ് ദാറ്റ് ടു ദ കസ്റ്റമേഴ്സ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ദ റൈറ്റ് പ്ലേസ് ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി. അത് അപ്പോൾ കസ്റ്റമേഴ്സാണ് മെയിൻ തിങ് ദാറ്റ് വി വോണ്ട് ടു കൺസിഡർ ഇൻ എ ബ്രാൻഡ് പൊസിഷനിങ്. ഓക്കെ, സോ കസ്റ്റമർ, that is the first C, customer. And if a company really needs to communicate the ideas or the company message, brand message to target customers, they want to know what are the basic qualities the customers require, or what are the basic things that they expect from our product. That is the first C, customer. Second one is the competition. പൊസിഷനിങ് ഈസ് ദ ബാറ്റിൽ ഓഫ് വൺസ് മൈൻഡ് എന്ന് പറയും. പക്ഷെ നമുക്ക് പല രീതിയിലുള്ള പ്രൊഡക്ട്സ് കിട്ടും. അതിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇറ്റ് വോണ്ട് ടു ഹാവ് സം കൈൻഡ് ഓഫ് പൊസിഷനിങ്. പൊസിഷനിങ്ങിലൂടെ മാത്രം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എപ്പോഴും അതൊരു ആൾക്കാരുടെ മനസ്സിലൊരു യുദ്ധം പോലെയാണ്. പല പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടുള്ള പരസ്യം നമുക്കറിയാമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ പല കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ എങ്ങനെ അവരുടെ മനസ്സിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു മേജർ
മേജർ ഘടകമാണ്. അപ്പം ഓൾവേസ് വി വോണ്ട് ടു അനലൈസ് ദ കോമ്പറ്റീറ്റേഴ്സ് എന്തെല്ലാം സ്ട്രാറ്റജിയാണ്, എന്തെല്ലാം അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് വെബ്സൈറ്റിൽ, എങ്ങനെയാണ് അവർ അഡ്വർടൈസിങ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടിട്ട് വേണം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പൊസിഷനിങ് നമ്മൾ ചെയ്യാൻ. ഇഫ് വി ആർ നോട്ട് ഗോയിങ് ഓൺ വിത്ത് ദ കോമ്പറ്റീറ്റേഴ്സ് ഐഡിയ ഓഫ് ജനറേഷൻ, അവരെന്ത് രീതിയിലാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ അഡ്വർടൈസിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ റീച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാതെ നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വോണ്ട് റീച്ച് ടു ദി കസ്റ്റമർ. സോ കോമ്പറ്റീഷൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓർ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഷുഡ് ബി സീൻ ഇൻ എ brand positioning. That is the second C of positioning, that is competition. And the third one is the company. കമ്പനിക്ക് പല രീതിയിലുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ത്രെട്ടും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദാറ്റ് ഈസ് വി വോണ്ട് ടു ഹാവ് എ സോർട്ട് അനാലിസിസ് ഓഫ് ദ കമ്പനി ഇറ്റ്സെൽഫ്. വാട്ട് ആർ ദിസ് മേജർ സ്ട്രെങ്ത്, വാട്ട് ആർ ദ മേജർ വീക്ക്നെസ്, വാട്ട് ആർ ഇറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആൻഡ് വാട്ട് ആർ ദ ത്രെറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഫേസ്ഡ് ബൈ ദി കമ്പനി ഇൻ പ്രസൻറ്റ് ആൻഡ് ഓൾസോ ഫ്യൂച്ചർ. ഇതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫേമിന് മിഷന് വിഷന് സെറ്റ് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് മിഷന് വിഷന് അനുസരിച്ച് വേണം നമ്മൾ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനെയാണ് റീച്ച് ചെയ്യേണ്ട മാർക്കറ്റിലെങ്കിൽ നമ്മൾ അത് രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കണം, അത് രീതിയിലുള്ള പൊസിഷനിങ് സ്ട്രാറ്റജീസും അഡോപ്റ്റ് ചെയ്യണം. സോ ഓൾവേസ് എ മാർക്കറ്റർ ഫോക്കസ് ഓൺ ദീസ് അണ്ടർസ്റ്റാൻഡിങ് ദ കമ്പനീസ് കോസ്റ്റ് സ്ട്രക്ചർ ആൻഡ് ദ കോസ്റ്റ് പൊസിഷൻ ഇൻ റിലേഷൻ ടു ദ കോമ്പറ്റീറ്റർ. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കൺസിഡർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കമ്പനിയുടെ എന്തൊക്കെയാണ് സ്ട്രെങ്ത്ത്, നമ്മുടെ കോമ്പറ്റൻസികൾ എന്താണ്, നമ്മുടെ റിസോഴ്സസ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓൺലി ഇഫ് വി ഹാവിങ് ദ ബെറ്റർ ടെക്നോളജിക്കൽ ആൻഡ് ഓൾസോ ദി ഫിസിക്കൽ സപ്പോർട്ട്, എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ, കൾച്ചറും നല്ലതായി, അസറ്റ്സും നല്ലപോലെയുള്ളൊരു കമ്പനിക്ക് മാത്രമേ അതിന് മാക്സിമം എഫേർട്ട് ഇടാൻ പറ്റുള്ളൂ ഫോർ ദ പൊസിഷനിങ്. സോ ദീസ് ആർ ദ 3 C's that are important in a brand positioning: customer, competition and the company. സോ ഇന്ന് നിങ്ങളൊരു ചെറിയ നോട്ട് പോലെ ആക്കേണ്ടത് ഈ 3 C's ആണ്. എന്തെല്ലാമാണ് 3 C's ഓഫ് പൊസിഷനിങ് ആൻഡ് ഗീവ് എ ഷോർട്ട് നോട്ട് ഓൺ ദ 3 C's. ഓക്കെ, നെക്സ്റ്റ് വി വോണ്ട് ടു സീ വാട്ട് ആർ ദി കമ്പണൻസ് ഓഫ് ബ്രാൻഡ് പൊസിഷനിങ്. ഒരു ബ്രാൻഡ് പൊസിഷനിങ് ചെയ്യുമ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ 4 കമ്പണൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. വാട്ട് ആർ ദി ടാർഗറ്റ് മാർക്കറ്റ്, ദാറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് വൺ. ടാർഗറ്റ് മാർക്കറ്റ് അറിയണം. അതേപോലെ നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ, ദെൻ POP ആൻഡ് ദ PODs. POP ആൻഡ് PODs ആർ ദ ന്യൂ ടേംസ് ടു യൂസ്, സോ വി ക്യാൻ ഡിസ്കസ് ദാറ്റ് ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് ടാർഗറ്റ് മാർക്കറ്റ്. ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കസ്റ്റമേഴ്സിലേക്കാണ് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കേണ്ടത്, അവരിലേക്കാണ് നമ്മൾ പൊസിഷനിങ് ചെയ്യേണ്ടത്. അവരുടെ പെർസെപ്ഷൻ എന്താണ്, അവർ ആ ബ്രാൻഡിനെ പറ്റിയിട്ട് എന്താണ് വിശ്വസിച്ചിരിക്കുന്നത്, അവർക്ക് എന്താണ് നമ്മുടെ ബ്രാൻഡ് കൊണ്ട് ആവശ്യമുള്ളത്, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ ബയേഴ്സ് ആരാണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരെന്താണ് നമ്മുടെ പ്രൊഡക്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചിലപ്പം ഒരു പ്രൊഡക്റ്റിന് തന്നെ പല രീതിയിലായിരിക്കാം കസ്റ്റമേഴ്സിന് വേണ്ടത്. ചിലവർക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം, ചിലവർക്ക് ക്വാണ്ടിറ്റി ആയിരിക്കാം, ചിലർക്ക് അവരുടെ വേറെ സ്പെഷ്യലൈസേഷൻ ആയിരിക്കും വേണ്ടത്. അങ്ങനെ പല രീതിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യണം. വി വോണ്ട് ടു സെഗ്മെൻറ്റ് ദ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഷുഡ് ബി ഡൺ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്തിയിട്ട് ഇപ്പോൾ ഒരു ഹെട്രോജിനസ് മാർക്കറ്റ് ആയിരിക്കും ആദ്യമുള്ളത്. എന്ന് വെച്ചാൽ എല്ലാ കാറ്റഗറി ആൾക്കാരുണ്ടാവും, എല്ലാ ഇഷ്ടങ്ങളുള്ളവരുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരേ ഇഷ്ടങ്ങളുള്ളവരെ സെഗ്മെൻറ്റ്സ് ആക്കുന്നു. ദാറ്റ് ഈസ് വി ആർ ഡിവൈഡിങ് ദ മാർക്കറ്റ് ഇൻ ടു ഹോമോജീനസ് സെഗ്മെൻറ്റ്സ് ഹാവിങ് ദ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമിലർ ഇൻട്രസ്റ്റ് അബൌട്ട് എ പ്രൊഡക്റ്റ്. അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് പൊസിഷനിങ് സ്ട്രാറ്റജീസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എ ഫസ്റ്റ് കമ്പോണൻറ്റ് ഇൻ എ ബ്രാൻഡ് പൊസിഷനിങ്. കസ്റ്റമറിൻ്റെ ബിഹേവിയർ വ്യത്യാസമായിരിക്കും ഓരോരോ ഗ്രൂപ്പിൽ, അതേപോലെ അവരുടെ ഇൻട്രസ്റ്റും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബ്രാൻഡ് പൊസിഷനിങ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രൊഡക്ട്സ് എത്തിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ് ദാറ്റ് വി വോണ്ട് ടു സീ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് കമ്പോണൻറ്റ് ഇൻ brand positioning also. Second one is the nature of competition. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തെല്ലാം സ്ട്രാറ്റജീസ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്, അവരുടെ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അവരെത്രത്തോളം കോസ്റ്റാണ് അഡ്വർടൈസ്മെൻറ്റ്സിന് കൊടുക്കുന്നത്, വാട്ട് ആർ ദ മെത്തേഡ്സ് ദേ യൂസ് ഫോർ അഡ്വർടൈസിങ് ആൻഡ് വാട്ട് ഇസ് ദ യുണീക് സെല്ലിംഗ് പ്രപ്പോസിഷൻ USP ഓഫ് ദോസ് കോമ്പറ്റീറ്റേഴ്സ്. അവർക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും ഓരോ കോമ്പറ്റീറ്റേഴ്സ്. അതെന്താണെന്ന് കണ്ടുപിടിച്ച് വി ഷുഡ് ഓൾസോ ഡെവലപ്പ് എ യുണീക് സെല്ലിംഗ് പ്രപ്പോസിഷൻ ഓഫ് അവർ ഓൺ. നമുക്ക് തന്നെ നമ്മുടെ ഫേമിന് അല്ലെങ്കിൽ ബ്രാൻഡിന് തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് എ USP ഡെവലപ്പ് ചെയ്ത് വി വോണ്ട് ടു പൊസിഷൻ അവർ
a brand in the minds of the customers in comparison to those competitors. Competitors എന്തെല്ലാം ചേഞ്ചസ് കൊണ്ടുവന്നാലും നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ ലോയൽ കസ്റ്റമേഴ്സ് നമ്മളിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സോ ഇറ്റ് ഷുഡ് നോട്ട് ജസ്റ്റ് ഫോർ ദിസ് പ്രസൻറ്റ് ടൈം, ഫ്യൂച്ചർ ജനറേഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടൈംസിലേക്കും നമ്മൾ എന്തെല്ലാമാണ് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഓൾസോ ഡൺ ആസ് എ കമ്പണൻറ്റ് ഓഫ് എ ബ്രാൻഡ് പൊസിഷനിങ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ, നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷനും മാർക്കറ്റിനെ എങ്ങനെ നോക്കുന്നോ അതേപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ POP. POP മീൻസ് പോയിന്റ്സ് ഓഫ് പാരിറ്റി. That is, the association that are not necessarily unique to the brand but may in fact be shared by other brands. നമുക്ക് മാത്രമല്ല അവർക്കും എന്ന് വെച്ചാൽ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനും ഉള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും. എല്ലാവർക്കും ഒരുപോലെ. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് കമ്പനി ആണെങ്കിൽ, ബിസ്ക്കറ്റ് മാനുഫാക്ചേഴ്സ് ആണെങ്കിൽ, കാഷ്യൂ ബിസ്ക്കറ്റ്സ് ആണ് നമ്മൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ തന്നെ പ്രൊഡക്റ്റ് വേറെ ആൾക്കാരും സെല്ല് ചെയ്യുന്നുണ്ടാവും. ഇല്ല, കാഷ്യൂ ബിസ്ക്കറ്റ്സ് ഉള്ള ഗുഡ് ഡേ ഉണ്ട്, സൺഫീസ്റ്റിൻ്റെ ഉണ്ട്. അപ്പോൾ രണ്ടുപേരുടെ ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഈസ് എ പോയിന്റ് ഓഫ് പാരിറ്റി. രണ്ടുപേരും ഒരേ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള കാഷ്യൂ ബിസ്ക്കറ്റ്സ് ആണ് വിൽക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദി POP, പോയിന്റ്സ് ഓഫ് പാരിറ്റി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ദ നീഡ്സ് ഓഫ് കാറ്റഗറി മെമ്പർഷിപ്പ്. നമ്മുടെ കസ്റ്റമേഴ്സിന് അത് ആവശ്യമുണ്ടെന്ന് കണ്ടിട്ടാണ് കോമ്പറ്റീറ്റേഴ്സും നമ്മളും അതേ കാര്യങ്ങൾ തന്നെ ചൂസ് ചെയ്യുന്നത്. അതിന് എപ്പോഴും കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം എപ്പോഴും. ദാറ്റ് ഈസ് നെക്സ്റ്റ് തിങ്. അപ്പോൾ എന്ത് ചേഞ്ച് നമ്മൾ ബ്രാൻഡിൽ കൊണ്ടുവന്നാലും, പൊസിഷനിങ് കൊണ്ടുവന്നാലും കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് മൊത്തത്തിൽ മാറ്റേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ മാത്രം മാറ്റുക, പക്ഷെ ചിലതെല്ലാം കസ്റ്റമേഴ്സിൻ്റെ ഈക്വൽ പ്രിഫറൻസ് ആയതുകൊണ്ട് ഒരേപോലെ തന്നെ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ദ points of parity should be there in all the products of us and also the competitors. And the last one is a point of difference. That is the unique selling proposition. That is, point of difference are the attributes of the benefits consumers strongly associate with a brand, positively evaluate and believe they could not find in the same extent with the competing brand. Competing brandil ഒരിക്കലും ഉണ്ടാവാത്ത നമുക്ക് മാത്രമുള്ള പ്രത്യേകതകൾ, അതാണ് POD കാണിക്കുന്നത്, പോയിന്റ് ഓഫ് ഡിഫറൻസ്. പോയിന്റ് ഓഫ് ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഓഫ് ഡിഫറൻസിയേഷൻ. ഓരോ കമ്പനികൾക്കും അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ബ്രാൻഡുകൾക്കും ഉള്ള യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷനെയാണ് നമ്മൾ POD ഓർ പോയിന്റ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റ് ഓഫ് ഡിഫറൻസ് കറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനി എപ്പോഴും ബാക്കിയുള്ള കോമ്പറ്റീറ്റർ ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ എക്സൽ ചെയ്ത് നിൽക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് എ ഗ്രേറ്റർ പൊസിഷൻ ഇൻ ദി കസ്റ്റമേഴ്സ് മൈൻഡ്. ദാറ്റ് ഇസ് ടാർഗറ്റ് മാർക്കറ്റിൻ്റെ മനസ്സിൽ നമുക്ക് എപ്പോഴും ഒരു യുണീക്ക് പൊസിഷൻ ഉണ്ടാകും. So we should have a unique selling proposition or the point of differences. So these are the major components that we need to have in a brand positioning. First one is the target market. Target market ആവശ്യത്തിനനുസരിച്ച് വേണം. അതിനുവേണ്ടി നമ്മൾ ടാർഗറ്റ് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്ത് സെഗ്മെൻറ്റ്സിനനുസരിച്ചുള്ള ബ്രാൻഡ് പൊസിഷനിങ് സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ ഇസ് എ കോമ്പറ്റീറ്റേഴ്സ്. വാട്ട് ആർ ദി കോമ്പറ്റീറ്റർ സ്ട്രാറ്റജീസ് ടേക്കൺ? വാട്ട് ആർ ദി മേജർ പ്രൈസിങ് സ്ട്രാറ്റജി ടേക്കൺ? അവരെന്ത് അഡ്വർടൈസിങ് സ്ട്രാറ്റജിയാണ് എടുത്തിരിക്കുന്നത്? What are the distribution channels they have adopted? All this is to be determined on understanding our positioning strategies to be adopted. And the third one is POP, that is point of parity. നമ്മൾക്കും കോമ്പറ്റീറ്റേഴ്സിനും ഒരേപോലെ ഉണ്ടാകുന്ന ചില ഫീച്ചേഴ്സ് വിച്ച് ഇസ് ദ സാറ്റിസ്ഫാക്ടറി ടു ദി കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള നമുക്ക് ഏത് കൂട്ടർക്കും ഉണ്ടാവേണ്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതാണ് പോയിന്റ്സ് ഓഫ് പാരിറ്റി. ഇറ്റ് ഷുഡ് ഓൾസോ ബി ദയർ ഇൻ എ ബ്രാൻഡ് പൊസിഷനിങ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് ഓഫ് PODs ഓർ യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ. നമുക്ക് മാത്രമുള്ള, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാത്രമുള്ള യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ ഫാക്ടേഴ്സ്. ഇറ്റ് ഷുഡ് ഓൾസോ ബി ദയർ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ കസ്റ്റമേഴ്സ്. നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണോ അവരിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇഫ് ഓൺലി ഇറ്റ് ഇസ് കമ്മ്യൂണിക്കേറ്റഡ് വെൽ, we will have a greater brand positioning. So we have discussed what is meant by brand positioning, what are the major objectives of positioning, and also the 3 C's of positioning, and at last we have discussed the components. One more portion is there. We can end today's lecture with that. That is the process of brand positioning. എങ്ങനെയാണ് ഒരു ബ്രാൻഡ് പൊസിഷനിങ് ചെയ്യേണ്ടത്? ഒരു ബ്രാൻഡിനെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലേക്ക് റീബ്രാൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നുകൂടി അവരുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്? ദാറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ബ്രാൻഡ് പൊസിഷനിങ്. ഫസ്റ്റ് വൺ ഇസ് കോമ്പറ്റീറ്റേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ. ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബ്രോഡ് തിങ്കിങ് ആണ്.
കോമ്പറ്റീറ്റേഴ്സിനെ മനസ്സിലാക്കുക. എന്ത് പ്രൊഡക്റ്റ് കാറ്റഗറി ആണ് നമുക്കുള്ളത്, ആ പ്രൊഡക്റ്റ് കാറ്റഗറി വിൽക്കുന്ന ബാക്കിയുള്ള കോമ്പറ്റീറ്റർ ഫേംസ് ആരാണ്, വാട്ട് ആർ ദെയർ സിറ്റുവേഷൻസ്, വാട്ട് ആർ ദി നീഡ്സ് ദ കസ്റ്റമേഴ്സ് നീഡ് ഫ്രം ദം, കസ്റ്റമേഴ്സിന് എന്ത് വേണം, അവരെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള ഫുൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ ചെയ്യണം. അപ്പോൾ മെയിൻലി നമ്മൾ ഫസ്റ്റ് പ്രൈമായിട്ട് ചെയ്യേണ്ടത് കോമ്പറ്റീറ്റർ ഐഡൻറ്റിഫിക്കേഷനാണ്. Then second, we want to determine how competitors are perceived and evaluated. കോമ്പറ്റീറ്റേഴ്സിനെ ഒന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കേണ്ടത് അവരുടെ പ്രൊഡക്ട്സിനെ കൺസ്യൂമേഴ്സ് എന്ത് രീതിയിലാണ് പെർസീവ് ചെയ്തിരിക്കുന്നത്. ഇഫ് ദേ ആർ ഹാവിങ് എ ബെറ്റർ ബിലീഫ് ഓൺ ദെയർ പ്രൊഡക്റ്റ്, അത് എന്ത് ഫീച്ചേഴ്സാണ് അവരെ കൂടുതൽ നമ്മുടെ കൺസ്യൂമേഴ്സിനെ കൂടുതൽ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ്. സോ അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വി ഓൾസോ നീഡ് ടു ഇൻക്ലൂഡ് ദോസ് ഫാക്ടേഴ്സ് ഇൻ അസ്. അത് പോയിൻറ്റ്സ് ഓഫ് പാരിറ്റി ആയിട്ട് യൂസ് ചെയ്ത് അവർക്കും നമുക്കും വേണ്ട കാര്യങ്ങളാണ്. കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ കോമ്പറ്റീറ്റേഴ്സിനാണെങ്കിലും നമുക്കാണെങ്കിലും വേണ്ട ഫീച്ചേഴ്സ് ആയിരിക്കും. സോ വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദി മേജർ പെർസെപ്ഷൻസ് ആൻഡ് ഇവാലുവേഷൻസ് ഓഫ് ദി കോമ്പറ്റീറ്റേഴ്സ് ബൈ എ കൺസ്യൂമർ. സോ കൺസ്യൂമേഴ്സ് ഷുഡ് ബി ആസ്ക്ഡ്. നമ്മൾ ചെറിയ സർവേസ് നടത്തിയിട്ടോ ഇൻ്റർവ്യൂസ് നടത്തിയിട്ടോ വല്ലോ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഐഡിയ നമ്മൾ എടുക്കണം. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ക്വസ്റ്റ്യനേഴ്സ് വഴിയാകാം, അല്ലെങ്കിൽ പേഴ്സണൽ ക്വസ്റ്റ്യനിങ് വഴിയായിരിക്കും. നമുക്ക് അവരുടെ പർച്ചേസ് ഡിസിഷൻസ് എന്തുകൊണ്ട് കോമ്പറ്റീറ്റർ പ്രൊഡക്റ്റിലേക്ക് പോകുന്നു അതിനെപ്പറ്റി ഒരു ചെറിയ സ്റ്റഡി നടത്തണം. ദാറ്റ് ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ദാറ്റ് വി വോണ്ട് ടു ഡു. ദാറ്റ് ഈസ് ഡിറ്റർമിൻ ഹൗ ദ കോമ്പറ്റീറ്റേഴ്സ് ആർ പെർസീവ്ഡ് ആൻഡ് ഇവാലുവേറ്റഡ്. ആസ് എ തേർഡ് സ്റ്റെപ്പ് വി വോണ്ട് ടു ഡിറ്റർമിൻ ദ കോമ്പറ്റീറ്റേഴ്സ് പൊസിഷൻ. ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ആ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ എന്താണ്, അവർക്ക് എത്രാമത്തെ പൊസിഷനാണ്. നമ്മളിപ്പോൾ കയറിയാലും നമ്മൾ പുതിയ പ്രൊഡക്റ്റുമായിട്ട് സിമിലർ പ്രൊഡക്റ്റുമായിട്ട് പുതിയൊരു ബ്രാൻഡ് നെയിമിൽ അതേപോലെ പുതിയ പൊസിഷനിങ് സ്ട്രാറ്റജീസ് എടുത്ത് ചെന്നാലും നമ്മുടെ പ്രൊഡക്റ്റിനേക്കാളും ഔട്ട് പെർഫോം ചെയ്യുമോ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്ട്സ് എന്ന് നമ്മൾ അറിയണം. അതിന് വേണ്ടി വി വോണ്ട് ടു ഡിറ്റർമിൻ വാട്ട് ഈസ് ദി കോമ്പറ്റീറ്റേഴ്സ് പൊസിഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ കസ്റ്റമർ. അവർ നമ്മുടെ പ്രൊഡക്റ്റിനാണോ കൂടുതൽ വാല്യൂ കൊടുത്തിരിക്കുന്നത്, അത് കോമ്പറ്റീറ്റേഴ്സിനാണോ കൊടുത്തിരിക്കുന്നത്, നമ്മൾ വന്നാലും എത്രത്തോളം പൊസിഷൻ അവർ കീപ്പ് ചെയ്യും, അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ തേർഡ് സ്റ്റെപ്പ്, determine the competitor's position. And as a fourth, we want to analyze the customer preference. കസ്റ്റമറുടെ പ്രിഫറൻസ് നോക്കണം. കസ്റ്റമറിൻ്റെ ലിവിങ് സ്റ്റൈൽ ഇപ്പം എന്താണ്, അതുപോലെ അവരുടെ പർച്ചേസിങ് മോട്ടീവ്സ് എന്താണ്, അതുപോലെ ഡെമോഗ്രഫി വെച്ചിട്ടാണ് അവർ വാങ്ങുന്നത്. ഇപ്പം ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങുന്നു, കുറച്ചുകൂടെ അടുത്ത് വേറെ പ്രൊഡക്റ്റ് അവൈലബിൾ ആയാൽ അത് വാങ്ങുമോ എന്ന രീതിയിലുള്ള സെഗ്മെൻറ്റേഷൻ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തണം. അപ്പോൾ കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് എന്താണ്, കസ്റ്റമർ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇമാജിനേഷൻസ് എന്താണ് എന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫോർത്ത് സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈങ് ദി കസ്റ്റമർ പ്രിഫറൻസ്. And as a fifth, we want to make the positioning decision. We want to decide our position strategy. ഏതൊക്കെ പൊസിഷനിങ് മെത്തേഡ്സ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന് അറിയണം. അപ്പോൾ അതിന് ഈ 4 സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മൾ പൊസിഷനിങ് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടത് 4 ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സാണ്. ഈസ് ദ സെഗ്മെൻറ്റേഷൻ സ്ട്രാറ്റജി അപ്രോപ്രിയേറ്റ്, നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി പൊസിഷനിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ സെഗ്മെൻറ്റേഷൻ സ്ട്രാറ്റജി അപ്രോപ്രിയേറ്റ് ആയിരുന്നു. ആർ ദർ സഫിഷ്യൻറ്റ് റിസോഴ്സ് അവൈലബിൾ ടു കമ്മ്യൂണിക്കേറ്റ്, നമുക്ക് പറയാനായിട്ട് ഇപ്പോൾ കുറേ റിസോഴ്സ് ഉണ്ടോ, നമുക്ക് അവരിലേക്ക് ഇതൊക്കെയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്ന് പറയാൻ നമുക്കായോ. ദെൻ ഹൗ സ്ട്രോങ് ഈസ് ദ കോമ്പറ്റീഷൻ എത്രത്തോളം സ്ട്രോങ് ആണ്, ഇഫ് ദേ വിൽ ഔട്ട് പെർഫോം അസ് ഈവൻ ഇഫ് വി റീപൊസിഷൻഡ് അവർ പ്രൊഡക്റ്റ് എന്ന രീതിയിലൊരു സ്റ്റഡി നടത്തണം. ദെൻ ആൻഡ് ലാസ്റ്റ് വി വോണ്ട് ടു സീ ഇഫ് ദ കറൻറ്റ് പൊസിഷൻ സ്ട്രാറ്റജി വർക്കിംഗ്. ഒരു സാമ്പിളിൽ നമ്മളൊരു പൊസിഷൻ, നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ സ്ട്രാറ്റജി വെച്ചിട്ടൊരു ടെസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സാമ്പിൾ ടെസ്റ്റിംഗ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം ഈ പൊസിഷനിങ് സ്ട്രാറ്റജി കൊണ്ട് ഭാവിയിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്, ഇഫ് അവർ മാർക്കറ്റ് വിൽ ബി റീച്ചിങ് അപ് ടു ദി ടാർഗറ്റഡ് കസ്റ്റമേഴ്സ്. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം. ദിസ് ഇസ് ഡൺ ഇൻ ദ മേക്കിംഗ് ദ പൊസിഷനിങ് ഡെസിഷൻ എടുത്തു കഴിഞ്ഞും എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം ചെയ്യണം, ആദ്യം സെഗ്മെൻറ്റേഷൻ കറക്റ്റാണോ നോക്കുക, നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അത്ര റിസോഴ്സസ് ഉണ്ടോ, നമുക്കതിനുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക, കോമ്പറ്റീഷൻ സ്ട്രോങ് ആണോ എന്നറിയാം. അതേപോലെ ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് പോലെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പൊസിഷൻ സ്ട്രാറ്റജി കസ്റ്റമേഴ്സിൽ വർക്കിംഗ് ആണോ, if they are motivated to buy our product, if they have influence, if our promotion strategy or the position strategy has influenced them to us എന്നുള്ള സ്റ്റഡി നടത്തണം. ആൻഡ് അറ്റ് ലാസ്റ്റ് വി വോണ്ട് ടു ഹാവ് എ മോണിറ്ററിങ് ദ പൊസിഷൻ.
ഇപ്പോൾ നമ്മളൊരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ പൊസിഷനിങ് ചെയ്തു, ഒരു പൊസിഷൻ എത്തി. അത് നമ്മൾ മോണിറ്റർ ചെയ്യണം, നമ്മൾക്ക് ട്രാക്ക് ചെയ്യണം. ഇത് ഓവർ ടൈമിൽ നമുക്ക് നല്ലത് തന്നെയല്ലേ ഉണ്ടാക്കുകയുള്ളൂ. കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ് മാറി, അവരുടെ പെർസെപ്ഷൻ മാറിയിട്ടുണ്ടോ, കോമ്പറ്റീറ്റേഴ്സ് സ്റ്റിൽ നമ്മളെ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ, അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്തെല്ലാമാണ് എടുക്കേണ്ടത്. പക്ഷേ എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം പൊസിഷൻ സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്താലും അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അപ്പോൾ പെർക്ക് ചെയ്തതെന്ന് വെച്ചാൽ പെർക്ക് സ്നാക്സിൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ട് അവർ അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ കസ്റ്റമറിലേക്ക് അറിയിച്ചു ഇങ്ങനെയാണ് ഇപ്പോൾ സ്നാക്സ് എന്ന രീതിയാണ്. അത് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് പരസ്യം കാണുമ്പോൾ നമുക്കറിയാം അല്ലേ. ഒരു ഗൊറില്ലയുടെ പരസ്യം വെച്ചിട്ട് കാണാറുണ്ട്, ഒരു പെങ്കൊച്ചിൻ്റെയും. അപ്പം അത് കാണുമ്പോൾ നമുക്ക് വിശപ്പ് അടകറ്റും എന്ന രീതിയിലൊരു പരസ്യം അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സ്ട്രാറ്റജി എടുത്താൽ അത് ബെറ്റർ രീതിയിൽ എന്ത് ഫിസിക്കൽ മീൻസിലോ ഒന്നെങ്കിൽ പരസ്യത്തിലൂടെ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനിലൂടെ ഓർ ത്രൂ ദ പാക്കേജിങ് ഓർ ത്രൂ എനി കൈൻഡ് ഓഫ് പ്രൊമോഷൻ ആക്ടിവിറ്റി നമ്മൾ അത് കസ്റ്റമറിലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പൊസിഷനിങ് പ്രോപ്പർ ആവത്തുള്ളൂ. എന്നാൽ മാത്രമേ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അതർ ഫേംസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രാൻഡ് പൊസിഷനിങ് ചെയ്യുന്നത്. ഫസ്റ്റ് വി വോണ്ട് ഐഡൻറ്റിഫൈ ദി കോമ്പറ്റീറ്റേഴ്സ്. ആരെല്ലാമാണ് കോമ്പറ്റീറ്റേഴ്സ്, അവരിലേക്ക് എന്താണ് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് മൂവ് ചെയ്യുന്നത്, ആ കാര്യം അറിയണം. സെക്കൻഡ്, വി വോണ്ട് ടു ഡിറ്റർമിൻ ഹൗ ദ കോമ്പറ്റീറ്റേഴ്സ് ആർ പെർസീവ്ഡ് ആൻഡ് ഇവാലുവേറ്റഡ്. കോമ്പറ്റീറ്റേഴ്സിന് എന്ത് വിലയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് കൊടുത്തിരിക്കുന്നത്, അവരുടെ എന്ത് ക്വാളിറ്റീസാണ് കസ്റ്റമേഴ്സിന് ഇതുവരെ പിടിച്ചു നിർത്തിയത്, ആ കാര്യങ്ങൾ അറിയണം. ദെൻ വി വോണ്ട് ടു ഐഡൻറ്റിഫൈ ദ പൊസിഷൻ. ഈവൻ ഇഫ് നമ്മൾ പൊസിഷനിങ് ചെയ്താലും കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും ഔട്ട് പെർഫോം ചെയ്യുന്നത്. അവർക്ക് എത്രത്തോളം കൺട്രോൾ ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റിൽ, അല്ലെങ്കിൽ അവരുടെ ഡിഫക്ട്സ് എന്താണ്, ആ ഡിഫക്ട്സ് ക്ലിയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് എങ്കിൽ. ഇപ്പോൾ അവരുടെ ചില ഫീച്ചേഴ്സ് ചിലപ്പം കസ്റ്റമേഴ്സിന് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ആ ഫീച്ചേഴ്സ് മാറ്റിയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇറക്കുന്നതെങ്കിൽ കസ്റ്റമേഴ്സ് വിൽ ബി അട്രാക്റ്റഡ് ടു അസ്. അങ്ങനെ അവരുടെ പൊസിഷൻ എന്താണെന്നറിയാം. പിന്നെ കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് നോക്കുക, എന്തെല്ലാമാണ് അവർക്ക് വേണ്ടത്, എന്തെല്ലാമാണ് വേണ്ടാത്തത്, അവരെന്ത് പ്രതീക്ഷിക്കും നമ്മുടെ പ്രൊഡക്റ്റിൽ നിന്ന്, ആ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് മേക്ക് ദ പൊസിഷൻ ഡെസിഷൻ. ദെൻ വി വോണ്ട് ടു ഡിസൈഡ് സെഗ്മെൻറ്റേഷൻ എല്ലാം പ്രോപ്പർ അല്ലേ, നമ്മുടെ നമുക്ക് ആവശ്യത്തിന് റിസോഴ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ആ സ്ട്രാറ്റജി എടുത്തു. എന്നിട്ട് ചെറിയൊരു ടെസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ വി ആർ മോണിറ്ററിങ്. എല്ലാം ചെയ്ത് കഴിഞ്ഞ് പൊസിഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കുക നമ്മുടെ കാര്യങ്ങളെല്ലാം ബെറ്റർ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ ത്രൂ മാസ് മീഡിയ ഓർ എനി കൈൻഡ് ഓഫ് പ്രൊമോഷൻ നമ്മൾ അഡ്വർടൈസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ സെയിൽസ് ആയോ ഓർ നമുക്ക് കൂടുതൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയോ എന്ന രീതിയിലൊരു സ്റ്റഡിങ് ചെയ്യുക. ബൈ ദിസ് the process of brand positioning will be complete. ഇങ്ങനെയാണ് ഒരു ബ്രാൻഡ് പൊസിഷനിങ്ങിൻ്റെ സ്റ്റെപ്സ്. എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, ദിസ് ഇസ് ബീങ് ഡിസ്കസ്. സോ ടുഡേ വി ഹാവ് ഡിസ്കസ് ദ ഫോർത്ത് മൊഡ്യൂൾ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് വി ഹാവ് സീൻ വാട്ട് ഈസ് മെൻ ബൈ ബ്രാൻഡ് പ്രൊമോഷൻ, വാട്ട് ആർ ദി ബ്രാൻഡ് പൊസിഷനിങ്, വാട്ട് ഇസ് ദ ഡെഫിനേഷൻ, വാട്ട് ആർ ദ ടു connotations, vertical and horizontal. Then the four objectives of brand position like recognition, rebranding, brand shield and brand judgment were discussed. Then we have seen the 3 C's: customer, competition and company. These are the 3 C's and you won't write a short note on this. Then next we have seen the components, the 4 components: target market, nature of competition, POP and POD. These 2 are very important. POP, POD പുതിയ terms ആണ് നിങ്ങൾക്ക്. So points of parity and points of difference. Then at last we have discussed the process of brand positioning. എങ്ങനെ ബ്രാൻഡ് പൊസിഷനിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഇൻ നെക്സ്റ്റ് ലെക്ചർ വി വിൽ ഗോ ഇൻ ടു ദ സ്ട്രാറ്റജീസ്. ഓരോ ബ്രാൻഡ് പൊസിഷനിങ് പല സ്ട്രാറ്റജീസ് ഉണ്ട്. ഓൾമോസ്റ്റ് 8 strategies are there that we will discuss. Then repositioning strategies. All this can be discussed in the next lecture. Okay. So that's all for the day. Okay. We can meet in the next lecture. Thank you.